നിങ്ങൾക്കറിയാമോ, ആനകൾ യഥാർത്ഥത്തിൽ അവരുടെ കാൽ വിരലുകളിലാണ് നടക്കുന്നതെന്ന്? അവയുടെ കാലുകൾ കാണുന്നത് പോലെ അത്ര കട്ടിയുള്ളതല്ല. അവയുടെ പാദങ്ങളിലെ കട്ടിയുള്ള ചർമ്മത്തിനടിയിൽ കൊഴുപ്പുടിശികൊണ്ടുള്ള മൃദുവായ ഒരു ഭാഗമുണ്ട്. ഈ സവിശേഷ ഘടന അവയുടെ ഭീമമായ ഭാരം താങ്ങാൻ സഹായിക്കുകയും ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതുമൂലം അവയ്ക്ക് പാദങ്ങൾ പൂർണ്ണമായും പരന്ന രീതിയിൽ നിലത്തുറപ്പിക്കാൻ കഴിയില്ല. ആനകൾ ഒരിക്കലും ചാടാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. ആനകൾ ഒരിക്കലും തുമ്പിക്കൈയിലൂടെ നേരിട്ട് വെള്ളം കുടിക്കാറില്ല. തുമ്പിക്കൈ മിക്കപ്പോഴും ഒരു കൈ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ആനയ്ക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ 8 ലിറ്റർ വരെ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭരണിയായാണ് അത് തുമ്പിക്കൈ ഉപയോഗിക്കുന്നത്. ചൂടുള്ള ദിവസങ്ങളിൽ ശരീരം തണുപ്പിക്കാൻ അവ വെള്ളം സ്വന്തം ശരീരത്തിലേക്ക് ചീറ്റിക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളം വായിലേക്ക് ഒഴിച്ചു വിഴുങ്ങുകയോ ചെയ്യും. കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ജനിച്ചു വീഴുന്ന കുഞ്ഞാനകൾക്ക് തങ്ങളുടെ തുമ്പിക്കൈ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല എന്നതാണ്. മുതിർന്ന ആനകളെ പോലെ തുമ്പിക്കൈ ഉപയോഗിക്കുന്നതിന് പകരം വെള്ളം കുടിക്കാനായി അവ സാധാരണയായി ജലസ്രോതസ്സിനടുത്ത് കുനിഞ്ഞിരിക്കുകയാണ് ചെയ്യാറ്. കുഞ്ഞാനകൾക്ക് തങ്ങളുടെ മുന്നിലുള്ള നീളമുള്ളതും വഴക്കമുള്ളതുമായ ഈ അവയവം വളരെ രസകരമായി തോന്നും. തുടക്കത്തിൽ ഇതുവെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അവയ്ക്ക് ശരിക്കും അറിയില്ല. ചിലപ്പോൾ അവ നടക്കാൻ പഠിക്കുമ്പോൾ സ്വന്തം തുമ്പിക്കൈയിൽ ചവിട്ടി തെന്നി വീഴുക പോലും ചെയ്യാറുണ്ട്. ഇതുപോലെ ഉപകാരപ്രദവും ഉയർന്ന നിലവാരവുമുള്ള കണ്ടന്റുകൾക്കായി റൂൾ യുവർ ഹൊറൈസൺ ഫോളോ ചെയ്യുക.